ശ്രദ്ധിക്കുക. നമ്മൾ +2 സുവോളജിയുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് മെൻസ്ട്രൽ സൈക്കിളിന്റെ വിവിധങ്ങളായിട്ടുള്ള ഇവന്റുകളെ കുറിച്ചായിരുന്നു. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇവന്റുകൾ പഠിച്ചു. ഓരോ ഇവന്റുകളിലും നടക്കുന്ന പ്രവർത്തനങ്ങളും കാര്യങ്ങളും എന്തൊക്കെ മാറ്റങ്ങളാണ് എന്ന് നടക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. അടുത്തതായിട്ട് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ എന്ന പ്രക്രിയയെ കുറിച്ചാണ്. നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഡിഫറന്റ് ആയിട്ടുള്ള ഇവന്റുകൾ സംസാരിച്ച സമയത്ത് ഈ രണ്ട് വാക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. അത് നമ്മൾ ഡിഫൈൻ ചെയ്തു പോയതേ ഉള്ളൂ. ഇതിനി എങ്ങനെ സാധ്യമാകുന്നു എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫെർട്ടിലൈസേഷൻ എന്താണ്? ഫെർട്ടിലൈസേഷൻ ഈസ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്. മെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള സ്പേമും ഫീമെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള ഓവവും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രവർത്തനം. ആസ് എ റിസൾട്ട് ഓഫ് ഫെർട്ടിലൈസേഷൻ ദ സൈഗോട്ട് ഈസ് ഫോംഡ്. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു കോശം, ഒറ്റ കോശം, ആ കോശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈഗോട്ട് എന്ന് വിളിക്കും. അങ്ങനെ ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ട് സൈഗോട്ട് ഉണ്ടാകുന്നു. പിന്നീട് ആ സൈഗോട്ട് എംബ്രിയോയുടെ രൂപത്തിലേക്ക് മാറുന്നു. അതിനു മുമ്പ് തന്നെ അത് നമ്മുടെ യൂട്രസിന്റെ ഇന്നർ വാളായിട്ടുള്ള എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ചു വളരും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ഇംപ്ലാന്റേഷൻ. അപ്പോൾ ഇവിടെ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ നടന്നുണ്ടാകുന്ന സൈഗോട്ടിന് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്, എപ്പോഴാണ് അത് എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ കൂടി നമ്മൾ പറയാൻ പോകുന്നത്, ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. നമുക്ക് തുടങ്ങാം. ഫെർട്ടിലൈസേഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. പറഞ്ഞു എന്താണ് ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷൻ ഈസ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്. ദാറ്റ് മീൻസ് സ്പേം ആൻഡ് ഓവം. മെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള സ്പേമും ഫീമെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള ഓവവും തമ്മിൽ കൂടിച്ചേരുന്ന പ്രവർത്തനത്തെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു, എന്ത് പേര് വിളിച്ചു? ഫെർട്ടിലൈസേഷൻ എന്ന് വിളിച്ചു. ആസ് എ റിസൾട്ട് ഓഫ് ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ട് സൈഗോട്ട് ഈസ് ഫോംഡ്. എന്തുണ്ടാകുന്നു എന്ന് നമ്മൾ പറയുന്നു? സൈഗോട്ട് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. എവിടെ വെച്ചാണ് ഇനി ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? ദ ഫെർട്ടിലൈസേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ആംപ്യൂളറി ഇസ്തുമിക് ജംഗ്ഷൻ. മക്കളെ, നമ്മൾ ഫെലോപ്യൻ ട്യൂബിന്റെ ഡിഫറന്റ് പാർട്സ് പറഞ്ഞപ്പോൾ ആംപ്യൂള എന്നും ഇസ്തുമസ് എന്നും രണ്ട് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫിംബ്രിയെ, ആംപ്യൂള, ഇസ്തുമസ് എന്നുള്ള ഭാഗങ്ങളിൽ ആംപ്യൂള എന്നും ഇസ്തുമസ് എന്നും രണ്ട് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വൈഡായിട്ടുള്ള ഫണൽ ഷേപ്പ് ഭാഗത്തെ നമ്മൾ ആംപ്യൂള എന്നും അതിൽ നിന്നും മുന്നോട്ട് പോകുന്ന നാരോ ഷേപ്പിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു ഇസ്തുമസ് എന്ന് വിളിച്ചു. ആംപ്യൂളയുടെ പിന്നെ വാളിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ ഫിംബ്രിയെ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഈ ആംപ്യൂളയുടെയും ഇസ്തുമസിന്റെയും ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഏത് പ്രവർത്തനം നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന പ്രവർത്തനം നടക്കുന്നത്. ഇനി എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? അത് നോക്കിക്കോണേ. ഇതൊരു ഓവമാണ്. ഈ ഓവത്തിനടുത്തേക്ക് എത്തിയിരിക്കുന്ന ഒരു സ്പേമുമാണ് ഇത്. ഓവത്തിന്റെ ഏറ്റവും പുറമെയുള്ള കവറിങ്ങിനെ നമ്മൾ വിളിച്ചിട്ടുണ്ട് സോണ പെല്ലൂസിഡ എന്ന കവറിംഗ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പേമിന്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ പറയുകയുണ്ടായി, സ്പേമിന്റെ ഏറ്റവും ഹെഡിന്റെ ടോപ്പിൽ there is a cap like സ്ട്രക്ചർ, ഒരു ക്യാപ്പിന്റെ ആകൃതിയിലുള്ള ഭാഗം. അതിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു അക്രോസോം എന്ന് നമ്മൾ വിളിച്ചു. അക്രോസോം മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ സോണ പെലൂസിഡ എന്ന് പറയുന്ന ലെയറിനുള്ളിലാണ് എന്തിരിക്കുന്നത്? ന്യൂക്ലിയസ് ഇരിക്കുന്നത്. ഓവത്തിനകത്ത് ന്യൂക്ലിയസ് ഹാപ്ലോയിഡ് ആണ്. എന്തോ ഈ ഹാപ്ലോയിഡും ഡിപ്ലോയിഡും? എന്താണ് ഇനി ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്? മനുഷ്യ ശരീരത്തിലെ ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് 46. മനസ്സിലാകുന്നുണ്ടോ? ഒരു സെല്ലെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 46 ക്രോമസോമുകൾ കാണപ്പെടുന്നുവെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലോയിഡ് എന്ന്. അല്ല, അതിന്റെ പകുതി 23 മാത്രമേ കാണപ്പെടുന്നുള്ളെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹാപ്ലോയിഡ് എന്ന് വിളിക്കും. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലിനെ നമുക്ക് ഒരു വട്ടം വരച്ചിട്ട് N എന്നും, ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലിനെ നമുക്ക് ഒരു വട്ടം വരച്ചിട്ട് N എന്നും, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലിനെ നമുക്ക് 2N എന്നും രേഖപ്പെടുത്താം. അപ്പൊ ഒരു വട്ടം വരച്ചതിനകത്ത് 2N എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. എന്റെ വാല്യൂ എപ്പോഴും 23 ആയിരിക്കും. 23. അപ്പൊ 2 × 23 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നു? 46 കിട്ടും. അപ്പം ഇവിടെ ഓവത്തിനകത്തുള്ള ന്യൂക്ലിയസ് എന്താണ്? ഹാപ്ലോയിഡ് ആണ്.
സ്പേമിനുള്ളിൽ കാണപ്പെടുന്ന ന്യൂക്ലിയസും എന്താണ്? ഹാപ്ലോയിഡ് ആണ്. കാരണം 23 ക്രോമസോമുള്ള ഫീമെയിൽ ന്യൂക്ലിയസും 23 ക്രോമസോമുള്ള മെയിൽ ന്യൂക്ലിയസോടെ കൂടി ചേരുമ്പോഴാണ് 46 ക്രോമസോമുള്ള ഒരു സൈഗോട്ട് നമുക്ക് ഉണ്ടാക്കി കിട്ടുന്നത്. അപ്പൊ പോട്ടെ, ഇവിടെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ആ സ്പേമിന്റെ ഹെഡിൽ കാണപ്പെടുന്ന ക്യാപ്പ് പോലെയുള്ള ഭാഗത്തെ നമ്മൾ വിളിച്ച പേരെന്താണ്? അക്രോസോം. ഈ സ്പേം നമ്മുടെ സോണ പെലൂസിഡയിൽ കോണ്ടാക്ട് ആകുന്ന സമയത്ത് the acrosome that helps to penetrate into the zona pellucida. ഈ അക്രോസോം ആണ് നമ്മുടെ സോണ പെലൂസിഡയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അകത്തേക്ക് കയറുവാൻ സഹായിക്കുന്നത്. പിന്നെ നമ്മൾ അക്രോസോമൽ റിയാക്ഷൻ എന്നൊക്കെ വിളിക്കും. ഈ അക്രോസോമിൽ കാണപ്പെടുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഈ ഹോർമോൺ ആണ് നമ്മുടെ സോണ പെലൂസിഡെ ബ്രേക്ക് ചെയ്യാനൊക്കെ സഹായിക്കും. അതൊക്കെ നമുക്ക് ഉയർന്ന ക്ലാസ്സിൽ പഠിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഈ സോണ പെലൂസിഡയ്ക്ക് മറ്റൊരു ധർമ്മം കൂടിയുണ്ട്. It ensures that the entry of only one sperm into the ovum. ഈ വന്ന് കയറിയ സ്പേം, ഒരു സ്പേം പെനിട്രേറ്റ് ചെയ്ത് ഓവത്തിനുള്ളിലേക്ക് കടന്നാൽ ഇതങ്ങ് ബ്ലോക്ക് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു സ്പേമിനെ ഇത് എന്തിനുള്ളിലേക്ക് കടത്തിവിടത്തില്ല? ഓവത്തിനുള്ളിലേക്ക് കടത്തിവിടത്തില്ല. കാരണം അവിടെ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കാവൂ, അതിനു വേണ്ടിയിട്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇനി ഈ സ്പേമിന്റെ മൊത്തം ഭാഗം കയറി പോവോ? ഇല്ല, ടെയിൽ കയറത്തില്ല. കാരണം ടെയിൽ എന്ന് പറയുന്ന ഭാഗത്തിന്റെ ധർമ്മം നമ്മൾ പഠിച്ചിട്ടുണ്ട്, മോട്ടിലിറ്റി കപ്പാസിറ്റിയാണ്. അപ്പൊ ഇതിനടുത്ത് വരെ എത്തിക്കുക എന്നത് മാത്രമേ ആരുടെ ധർമ്മമായിട്ടുള്ളൂ? നമ്മുടെ ടെയിലിന്റെ ധർമ്മമായിട്ടുള്ള. പോട്ടെ, നമുക്ക് അതൊന്നും പറയേണ്ട. നമ്മൾ പറഞ്ഞു എന്താണ്? സോണ പെല്ലൂസിഡയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആരകത്തേക്ക് കിടക്കുന്നു? സ്പേം അകത്തേക്ക് കിടക്കുന്നു. അവിടെ സോണ പെല്ലൂസിഡയ്ക്ക് ഒരു ധർമ്മം കൂടി നമ്മൾ പറഞ്ഞു. എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു എൻഷുർ ദി എൻട്രി ഓഫ് ഓൺലി വൺ സ്പേം. ഒരു സ്പേം മാത്രം ഓവത്തിനുള്ളിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ കടക്കുക എന്നത് ഉറപ്പ് വരുത്തുക എന്നത് കൂടിയാണ് ആരുടെ ധർമ്മമായിട്ട് കണക്കാക്കുന്നത്? സോണ പെല്ലൂസിഡയുടെ ധർമ്മമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അകത്ത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിൽ ന്യൂക്ലിയസ് ഇരിപ്പുണ്ട്, ഹാപ്ലോയിഡ് ആയിട്ടുള്ള എന്ത് ഇരിപ്പുണ്ട്? മെയിൽ ന്യൂക്ലിയസ്. ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ന്യൂക്ലിയസും ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിൽ ന്യൂക്ലിയസും തമ്മിൽ കൂടി ചേർന്നിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള എന്ത് കിട്ടുന്നു? നമുക്ക് സൈഗോട്ട് കിട്ടുന്നു. അപ്പോൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു. ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിരുന്നത്? സൈഗോട്ട് കിട്ടുമെന്നായിരുന്നു. സൈഗോട്ട് കിട്ടും, സിംഗിൾ സെൽ. സൈഗോട്ട് അണ്ടർഗോ ക്ലീവേജ്. സൈഗോട്ടിന് ക്ലീവേജ് എന്ന ഒരു പ്രോസസ്, സെൽ ഡിവിഷൻ ആണ് നടക്കുന്നതിന്റെ ഫലമായിട്ട് ആ ഒരു സെല്ലായിട്ടുള്ള സാധനം മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോമിയർ എന്ന് വിളിക്കും. ഇതുവരെ മക്കളെ വിളിക്കുന്നത് ബ്ലാസ്റ്റോമിയർ. 2 മുതൽ 16 സെല്ലുകൾ വരെ കണ്ടേക്കാം. മിനിമം 2 ആണ്. മനസ്സിലാകുന്നുണ്ടോ? മിനിമം 2 ആണ്. 2 മുതൽ 16 വരെ സെല്ലുകളുള്ള എന്തിന്റെ രൂപത്തിലേക്ക് മാറുന്നു? ബ്ലാസ്റ്റോമിയറിന്റെ രൂപത്തിലേക്ക് മാറുന്നു. ആദ്യം ഒരു സെല്ലേ ഉള്ളായിരുന്നു, പിന്നെ എത്രയായി? 2 ആയി. ഇതിന് വീണ്ടും സെൽ ഡിവിഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മോറുല്ല എന്ന് വിളിക്കും. അതിനകത്ത് 8 to 16 സെൽ, 8 മുതൽ 16 വരെയുള്ള സെല്ലുകൾ ഉണ്ടായിരുന്നു. നേരത്തെ ഒറ്റ സെല്ലായിരുന്നു സൈഗോട്ട്. അതിന് സെൽ ഡിവിഷൻ സംഭവിച്ചു, ക്ലീവേജ് ആണ് സംഭവിച്ചത്. ക്ലീവേജ് സംഭവിച്ചിട്ടുണ്ടാകുന്ന സാധനം നമ്മൾ വിളിച്ചൊരു ബ്ലാസ്റ്റോമിയർ എന്നാണ്. അതിന് വീണ്ടും സെൽ ഡിവിഷൻ നടക്കുന്നു. സെൽ ഡിവിഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് സെല്ലുകളുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. ആ 2 to 16 എന്നുള്ളത് എത്ര ആയിട്ട് മാറുന്നു? 8 to 16 ആയിട്ട് മാറുന്നു. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മോറുല്ല എന്ന് വിളിച്ചു. ഇതിന് വീണ്ടും സെൽ ഡിവിഷൻ നടക്കുന്നു. അണ്ടർഗോ സെൽ ഡിവിഷൻ ആൻഡ് കൺവേർട്ടഡ് ഇൻ ദ ഫോം ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. എന്നിട്ട് എന്തിന്റെ രൂപത്തിലേക്ക് മാറുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബ്ലാസ്റ്റോസിസ്റ്റിന്റെ രൂപത്തിലേക്ക് മാറുന്നു. ഏതൊക്കെ രൂപമാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായത്? ആദ്യം സൈഗോട്ടായിരുന്നു, അത് പിന്നീട് ബ്ലാസ്റ്റോമിയറായി, പിന്നീട് അത് മോറുലയായി, ഇപ്പൊ എന്തിന്റെ രൂപത്തിലേക്ക് മാറുന്നു? ബ്ലാസ്റ്റോസിസ്റ്റിന്റെ രൂപത്തിലേക്ക് മാറും. ഈ ബ്ലാസ്റ്റോസിസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതാണ് ഒരു ബ്ലാസ്റ്റോസിസ്റ്റ്. ഇതിന് സെല്ലിന്റെ ഒരു ഔട്ടർ ലെയർ ഉണ്ടാകും, അകത്ത് ഒരു കൂട്ടം സെല്ലും ഉണ്ടാകും. ഈ പുറമേ കാണപ്പെടുന്ന സെല്ലിന്റെ ഈ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോപ്പോബ്ലാസ്റ്റ് എന്ന് വിളിക്കും. ട്രോപ്പോബ്ലാസ്റ്റ്. ദ ഇന്നർ സെൽ മാസ്. അകത്ത് കാണപ്പെടുന്ന സെല്ലിനെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്നർ സെൽ മാസ്. ദാറ്റ് ഡിഫറൻഷിയേറ്റ് ഇൻടു എംബ്രിയോ. അതാണ് പിന്നീട് എന്തിന്റെ രൂപത്തിലേക്ക് മാറുന്നത്? എംബ്രിയയുടെ രൂപത്തിലേക്ക് മാറും. ഇവിടെ ഈ മോറുല്ല വരെ എന്ന് പറഞ്ഞാൽ there is a group of cell ഉള്ളത്. അവിടെ കവറിങ് ഒന്നുമില്ല. പക്ഷേ ബ്ലാസ്റ്റോസിസ്റ്റിലേക്ക് എത്തിയപ്പോൾ അകത്ത് ഒരു കൂട്ടം സെല്ലിന്റെ ഒരു കൂട്ടവും ഉണ്ടായിരുന്നു. അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു സെല്ലിന്റെ ലെയറും ഉണ്ട്. ആ ഔട്ടർ സെൽ കവറിങ്ങിനെ നമ്മൾ വിളിച്ച പേര് ട്രോപ്പോബ്ലാസ്റ്റ് എന്നും അകത്ത് കാണപ്പെടുന്ന സെല്ലിന്റെ കൂട്ടത്തെ നമ്മൾ വിളിച്ച പേരായിരുന്നു ഇന്നർ സെൽ മാസ് എന്ന് വിളിച്ചു.
ദ ഇന്നർ സെൽ മാസ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻടു എംബ്രിയോ. ഈ ഇന്നർ സെൽ മാസ് ആണ് പിന്നെ എന്തിന്റെ രൂപത്തിലേക്ക് മാറുന്നത്? എംബ്രിയോയുടെ രൂപത്തിലേക്ക് മാറുന്നത്. അപ്പൊ ഇതുവരെ ഏത് പ്രവർത്തനം നടന്നിട്ടില്ല, ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ല, ഏത് പ്രവർത്തനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്? ഫെർട്ടിലൈസേഷനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്തതിന് ശേഷം the trophoblast, ഈ trophoblast is attached to the inner wall endometrium of the uterus. ഈ ട്രോപ്പോബ്ലാസ്റ്റ് ആണ് പിന്നീട് എവിടെ പറ്റിപ്പിടിക്കുന്നത്? യൂട്രസിന്റെ ഇന്നർ വാളിൽ പറ്റിപ്പിടിച്ച് വളരുന്നത്. ആ പ്രവർത്തനത്തെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നത് ഇംപ്ലാന്റേഷൻ എന്ന് നമ്മൾ വിളിച്ചു. അപ്പൊ ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോഴത്തേക്ക് ബ്ലാസ്റ്റോസിസ്റ്റ് കവറിംഗിൽ ഏറ്റവും പുറമേയുള്ള ട്രോപ്പോബ്ലാസ്റ്റ് നമ്മുടെ എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് വളരുകയാണ്. അകത്തിരിക്കുന്ന ഇന്നർ സെൽ മാസ് പിന്നീട് എന്തായിട്ട് മാറുന്നു? എംബ്രിയോ ആയിട്ട് മാറുകയും പിന്നീട് അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? പിന്നീട് വീണ്ടും അങ്ങോട്ട് വളരുവാനും തുടങ്ങും. ഇത്രയാണ് നമുക്ക് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രക്രിയയുമായി ബന്ധപ്പെടുത്തി സംസാരിക്കാം. ഒന്നുകൂടെ പറയാം നമുക്ക് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രക്രിയയെ കുറിച്ച്. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്താണ്? ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ആണ്. മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും നമ്മൾ കൂടിച്ചേരുന്ന പ്രവർത്തനത്തെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന സിംഗിൾ സെല്ലിനെ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? സൈഗോട്ട് എന്നാണ് വിളിച്ചത്. എവിടെ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ആംപ്യൂളറി ഇസ്തുമിക് ജംഗ്ഷൻ. ആംപ്യൂളയുടെയും ഇസ്തുമസിന്റെയും ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഏത് പ്രവർത്തനം സാധ്യമാകുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രവർത്തനം സാധ്യമാകുന്നത്. മനസ്സിലായ മക്കളെ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എഗ്ഗിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ലെയറിനെ നമ്മൾ വിളിച്ച പേര് സോണ പെലൂസിഡ എന്നാണ്. ആ സോണ പെലൂസിഡയെ ബ്രേക്ക് ചെയ്യുവാൻ, പെനിട്രേറ്റ് ചെയ്ത് അകത്തേക്ക് കടക്കുവാൻ സഹായിക്കുന്നത് സ്പേമിന്റെ ഹെഡ് പോർഷനിൽ കാണപ്പെടുന്ന അക്രോസോം എന്ന പാർട്ടാണ്. നമ്മൾ പഠിച്ചു ധരിച്ച ക്യാപ്പ് സ്ട്രക്ചർ പ്രസന്റ് ഇൻ ദ ഹെഡ് പോർഷൻ ഓഫ് ദ സ്പേം എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. അങ്ങനെ ഒരു സ്പേം പെനിട്രേറ്റ് ചെയ്ത് അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സോണ പെലൂസിഡ എന്ത് ചെയ്യുന്നു? അവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്യുകയും ദാറ്റ് പ്രിവെന്റ് ദ എൻട്രി ഓഫ് അനദർ സ്പേം, മറ്റു സ്പേമുകൾ എന്തിനുള്ളിലേക്ക് കടക്കാതെ, എഗ്ഗിനുള്ളിലേക്ക് കടക്കാതെ തടയുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ആ ഓവത്തിനകത്ത് വെച്ച് ഹപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിൽ ന്യൂക്ലിയസും ഹപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ന്യൂക്ലിയസും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽ ഉണ്ടാകുന്നു. അതിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു സൈഗോട്ട് എന്ന് വിളിച്ചു. ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന സാധനവും ഏത് തന്നെയാണ്? സൈഗോട്ട് തന്നെയാണ്. അന്ന് മക്കളെ പിന്നീട് ആ സൈഗോട്ടിന് എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. എന്ത് സംഭവിക്കുന്നു? ഫസ്റ്റ് ക്ലീവേജ് എന്ന് പറയുന്ന പ്രവർത്തനം നടക്കുന്നതിന്റെ ഫലമായിട്ട് സെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ആ ഒറ്റ സെൽ എന്നുള്ളത് എത്ര സെല്ലുകളായിട്ട് മാറുന്നു? 2 മുതൽ 16 വരെയുള്ള സെല്ലുകളായിട്ട് മാറുന്നു. അതിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു ബ്ലാസ്റ്റോമിയർ എന്ന് വിളിച്ചു. വീണ്ടും അവിടെ സെൽ ഡിവിഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് അത് 8 to 16 സെല്ലുള്ള ഭാഗമായിട്ട് മാറുന്നു. അതിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു മോറുല എന്ന് വിളിച്ചു. വീണ്ടും അത് സെൽ ഡിവിഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് അത് ബ്ലാസ്റ്റോസിസ്റ്റിന്റെ രൂപത്തിലേക്ക് വന്നു. സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴ, ഒരു മുഴയുടെ രൂപമൊക്കെയാണ്. ആ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഒരു ഔട്ടർ സെൽ കവറിംഗ് ഉണ്ട്. ആ സെല്ലിന്റെ ഔട്ടർ കവറിങ്ങിനെ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? ട്രോപ്പോബ്ലാസ്റ്റ് എന്ന് വിളിച്ചു. അകത്ത് കാണപ്പെടുന്ന ആ സെല്ലുകളുടെ കൂട്ടത്തെ നമ്മൾ വിളിച്ച പേരായിരുന്നു ഇന്നർ സെൽ മാസ് എന്ന് വിളിച്ചു. ഈ ട്രോപ്പോബ്ലാസ്റ്റ് പിന്നീട് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യൂട്രസിന്റെ ഇന്നർ വാളിൽ എന്ത് ചെയ്യുന്നു? പറ്റിപ്പിടിച്ച് വളരുന്നു. ഏതായിരുന്നു ഇന്നർ വാള്? എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നു. എംബ്രിയോ പിന്നീട് എന്തിന്റെ രൂപത്തിലേക്ക് മാറുന്നു? ഇന്നർ സെൽ മാസ് എന്തിന്റെ രൂപത്തിലേക്ക് മാറുന്നു? എംബ്രിയോയുടെ രൂപത്തിലേക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ അതിന്റെ ഓടൊപ്പം തന്നെ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രക്രിയയുമായി ബന്ധപ്പെടുത്തി